ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 22. താഴ്മയുള്ളവരായിരിക്കുന്ന ദിവസം. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ചില രാജ്യങ്ങളിലെ ആളുകൾ ആഘോഷിക്കുന്ന അനൗദ്യോഗിക ദിവസങ്ങൾ എന്നെ പലപ്പോഴും രസിപ്പിക്കാറുണ്ട്. ഫെബ്രുവരിയിൽ മാത്രം ഒരു സ്റ്റിക്കി ബൺ ദിനമുണ്ട്, ഒരു വാൾ വിഴുങ്ങുന്ന ദിനം, ഒരു ഡോഗ് ബിസ്ക്കറ്റ് അഭിനന്ദന ദിനം പോലും. ഇന്ന് എളിമയുള്ളവരായിരിക്കുന്ന ദിനം ബി ഹംബിൾ ഡേ ആയി ആഘോഷിക്കുന്നു. ഒരു പുണ്യമായി സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട താഴ്മ തീർച്ചയായും ആഘോഷിക്കേണ്ടതാണ്. എന്നാൽ രസകരമെന്നു പറയട്ടെ, അത് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരുന്നില്ല. പുരാതന ലോകത്ത് താഴ്മ ഒരു സദ്ഗുണമായിട്ടല്ല, ഒരു ബലഹീനതയായി കണക്കാക്കപ്പെട്ടിരുന്നു. പകരം അവർ ബഹുമതിയെ വിലമതിച്ചു. ഒരാളുടെ നേട്ടങ്ങളെക്കുറിച്ച് വീമ്പിളക്കുന്നത് വലിയ കാര്യമായി അവർ പരിഗണിച്ചു. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ഉയർത്തണം, ഒരിക്കലും താഴ്ത്തരുത്. അവരെ സംബന്ധിച്ചിടത്തോളം താഴ്മ ഒരു ദാസനു മാത്രം ചേർന്നതായിരുന്നു. എന്നാൽ യേശുവിന്റെ ക്രൂശീകരണത്തിൽ ഇതെല്ലാം മാറിയെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അവിടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അത്തരമൊരു പ്രശംസനീയമായ പ്രവൃത്തി താഴ്മയെ പുനർനിർവചിക്കാൻ നിർബന്ധിതരാക്കി. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ക്രിസ്തു ചെയ്ത കാര്യങ്ങൾ നിമിത്തം ലൗകിക എഴുത്തുകാർ പോലും താഴ്മയെ ഒരു പുണ്യമായി കണക്കാക്കി. ഇന്ന് ആരെങ്കിലും താഴ്മയുള്ളവരായി വാഴ്ത്തപ്പെടുമ്പോഴെല്ലാം സുവിശേഷം പരോക്ഷമായി പ്രസംഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തെന്നാൽ യേശുവിനെ കൂടാതെ താഴ്മ നല്ലത് എന്നോ ഒരു താഴ്മയുടെ ദിനമോ ചിന്തിക്കാൻ പോലും കഴിയില്ല. ക്രിസ്തു നമുക്കായി തൻ്റെ പദവി ഉപേക്ഷിച്ചു. അങ്ങനെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ താഴ്മയുടെ സ്വഭാവം വെളിപ്പെടുത്തി. ചിന്തിക്കുക, താഴ്മ ഇപ്പോഴും ഒരു ബലഹീനതയാണെങ്കിൽ ലോകം എങ്ങനെയായിരിക്കും? ഏതു ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇന്ന് യേശുവിൻ്റെ താഴ്മ അനുകരിക്കാൻ ആകും? ദൈവത്തിന് മഹത്വം.